ഇത് കണ്ടേരി സുബ്രഹ്മണ്യ കോവിലാണ്. കണ്ടേരി എന്ന് പറയുമ്പോൾ നമ്മുടെ കണ്ണൂരാണ് കേട്ടോ സ്ഥലം. കണ്ണൂർ കൂത്തുപറമ്പ് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. കൂത്തുപറമ്പ് കണ്ടേരി എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അപ്പം ഈ അടുത്ത് 2 ദിവസം മുമ്പാണ് അവിടെ പുനഃപ്രതിഷ്ഠ നടന്നിട്ടുണ്ടായി. അപ്പോൾ അങ്ങനെ അതിനോടനുബന്ധിച്ചിട്ടുള്ള ചെറിയ ചടങ്ങുകളൊക്കെയാണ് ഞാനിങ്ങനെ വീഡിയോസായിട്ട് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അന്ന് ദിവസം പോസ്റ്റ് ചെയ്യാനൊന്നും കഴിഞ്ഞില്ല, അത്യാവശ്യം തിരക്കൊക്കെ ആയിരുന്നു. അപ്പോൾ എന്തായാലും പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചാറ്. എൻ്റെ ഫോണിൽ അധികം സ്റ്റോറേജ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഓരോ വീഡിയോസ് എടുക്കുമ്പോൾ ഡിലീറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടുത്തെ ചടങ്ങും കാര്യങ്ങളെല്ലാം എല്ലാവരും ഒരുമിച്ചാണ് കേട്ടോ ചെയ്യാറ്. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ നല്ലൊരു ഫ്രീഡമാണ് അവിടെ. അവരൊക്കെ എൻജോയ് ചെയ്തിട്ട് എല്ലാത്തിലും ഇൻവോൾവ് ആയിട്ടാണ് എല്ലാവരും അവിടെ കാര്യങ്ങൾ ചെയ്യുന്നത്. അത് കാണാൻ തന്നെ നല്ലൊരു രസമാണ്. പിന്നെ ഇതാ ഈ ഒരു കുട്ടി പിന്നെ അവിടെ അടുത്തുള്ളൊരു കുട്ടിയായിരുന്നു. അപ്പോൾ അവൻ്റെ അമ്മയാട്ടോ ബാക്കിലുള്ളത്. അവന് മുരുകൻ്റെ വേഷം കെട്ടണമെന്ന് പറഞ്ഞിട്ടുണ്ടായി. കാരണം തൊട്ടടുത്ത ദിവസം കാർത്തികയായിരുന്നു. അപ്പോൾ കാർത്തികയ്ക്ക് ചെറിയ രീതിയിൽ അവിടെ അടിയറവ് ഘോഷയാത്ര ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിൽ മുരുകനായിട്ട് വേഷമിടണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ കുട്ടീനെ ഒരുക്കി വീട്ടിൽ ചെറിയ രീതിയിൽ അമ്മ വിളക്കൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾ കോവിലിലേക്ക് വന്നു കേട്ടോ. കോവിൽ നോക്കുമ്പം നല്ല രീതിയിൽ അലങ്കരിച്ചിട്ടുണ്ട്. കുറച്ചൊന്ന് ലേറ്റായി പോയിട്ടുണ്ടായിരുന്നു, മേക്കപ്പ് ചെയ്ത് കൊടുക്കേണ്ടതുകൊണ്ട് തന്നെ. അപ്പോൾ അമ്പലത്തിൽ അന്നേരം കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവരും നമ്മൾ ഘോഷയാത്രയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു, അവിടെ അറേഞ്ച്മെൻ്റൊക്കെ ചെയ്യാനും സെറ്റാകാനൊക്കെ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ അമ്മമാരൊക്കെ അടിപൊളിയായിട്ട്, അവർക്കാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ആവേശം ഉണ്ടായിരുന്നത്. കുട്ടികളെക്കാളും അവർ ഡിജെയും അല്ലെങ്കിൽ ചെണ്ടകളൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് അവരുടെ ആവേശം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കോവിലിലെ വലിയ മുത്തശ്ശിയാണ് കേട്ടോ. പിന്നെ നമ്മുടെ പിള്ളേരുടെയും അമ്മമാരുടെയും കുറച്ച് വലിയ പിള്ളേരുടെയും ഒക്കെ പരിപാടി ഉണ്ടായിരുന്നു. ഒക്കെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നല്ല അടിപൊളി സദ്യ ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ വീഡിയോ ഫോട്ടോ ഞാൻ എടുക്കാൻ വിട്ടുപോയി. ഇതൊക്കെ പോസ്റ്റ് ചെയ്യുന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, ശരി എന്നാൽ ബൈ.